സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച കണ്ണൂരിൽ CPIM വിട്ട മുൻ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ TI മധുസൂദനൻ സ്ഥാനാർത്ഥിയായ പശ്ചാത്തലത്തിലാണ് മത്സരത്തിന് ഇറങ്ങുന്നതെന്ന് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. കുഞ്ഞികൃഷ്ണന് പിന്തുണ നൽകുന്നതിൽ UDF-ൽ ചർച്ചകൾ ഇപ്പോഴും സജീവമാണ്. അതേസമയം അമ്പലപ്പുഴയിൽ G സുധാകരനെ പിന്തുണയ്ക്കാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായ സുധാകരൻ വെള്ളാപ്പള്ളി നടേശനുമായും G സുകുമാരൻ നായരുമായും ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ആദ്യഘട്ട പ്രചരണം തുടങ്ങും മുൻപേ പാർട്ടിയുടെ കരുത്തുറ്റ കോട്ടയായ കണ്ണൂരിൽ CPIM-ന് ശക്തമായ വെല്ലുവിളി ഉയർത്തുകയാണ് വിമതർ. ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ ക്രമക്കേട് ഉന്നയിച്ച് പാർട്ടിയെ മുഴുവൻ പ്രതിരോധത്തിലാക്കിയ വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രഖ്യാപിച്ചു. TI മധുസൂദനനെ തന്നെ മണ്ഡലത്തിൽ മത്സരത്തിനിറക്കിയ പശ്ചാത്തലത്തിലാണ് CPIM-ന് തലവേദനയാക്കുന്ന നീക്കം. CPIM-നെ മാഫിയ സംഘങ്ങളിൽ നിന്നും രക്ഷിക്കുകയാണ് ലക്ഷ്യമെന്ന് വി കുഞ്ഞികൃഷ്ണൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. നിലവിലുള്ള MLA തന്നെയാണ് സ്ഥാനാർത്ഥിയായി വരുന്നതെങ്കിൽ വോട്ട് ചെയ്യില്ല എന്ന് പരസ്യമായി പറയാൻ സന്നദ്ധമായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷത്തിനകത്ത് നിന്ന് തന്നെ വലിയ നിലയിലുള്ള വോട്ട് സമാഹരിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ കുഞ്ഞികൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ആശങ്കയില്ലെന്നാണ് CPM സ്ഥാനാർത്ഥി TI മധുസൂദനന്റെയും പാർട്ടി നേതൃത്വത്തിന്റെയും പ്രതികരണം. പയ്യന്നൂരിൽ ഉജ്ജ്വലമായിട്ടുള്ള വിജയം ഏത് ആരോപണങ്ങളോ ഏത് രീതിയിലുള്ള എതിർപ്പുകളോ ഉയർത്തിക്കൊണ്ട് വന്നാലും കുലുങ്ങുന്ന മണ്ണല്ല ഈ പയ്യന്നൂരെന്ന് പയ്യന്നൂരിലെ ജനങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. വി കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കണോ എന്നതിൽ UDF-ലും ചർച്ചകൾ സജീവമാണ്. അതിനിടെ അമ്പലപ്പുഴയിൽ G സുധാകരനെ പിന്തുണയ്ക്കാനാണ് കോൺഗ്രസിന്റെ നിർണായക തീരുമാനം. മണ്ഡലത്തിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്താതെ പുറത്തുനിന്നും പിന്തുണ നൽകാനാണ് നീക്കം. കേരളത്തിലെ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഹൈക്കമാൻഡായിരിക്കും അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുകയെങ്കിലും അമ്പലപ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയെ നിർത്തില്ലെന്ന് ഉറപ്പായിട്ടുണ്ട്. സുധാകരനോട് പ്രാദേശികമായി എതിർപ്പുള്ള നേതാക്കളോട് സംസാരിച്ച് പ്രശ്നപരിഹാരത്തിനായി ശ്രമവും ആരംഭിച്ചു കഴിഞ്ഞു. G സുധാകരനുമായി പ്രശ്നങ്ങളില്ലെന്നും പിന്തുണയ്ക്കുന്നതിൽ തെറ്റില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി നിലപാടെടുത്തു. ഇന്ന് കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെയാ ചർച്ചയ്ക്ക് വരിക. ഒരു പൊതുപ്രവർത്തകൻ എന്നതിൽ നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയത്തിന് അതീതമായി കാണുന്ന വ്യക്തി എന്ന നിലയിൽ G സുധാകരനെ സപ്പോർട്ട് ചെയ്താൽ തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഇന്നലെ മുതൽ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച G സുധാകരൻ ഇന്ന് കണിച്ചിക്കുളങ്ങരയിലെ വീട്ടിലെത്തി SNDP യോഗം മുൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തി. സുധാകരന്റെ ജനകീയതയും ഭരണ മികവും പ്രശംസിച്ചായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. ജില്ലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരുപാട് സ്വാധീനമുള്ള ഒരു മാന്യ വ്യക്തിയാണ്. ഭരണത്തിൽ ഒരു സത്യസന്ധനായ ഒരു മന്ത്രിയാണെന്ന് ചരിത്രം തെളിയിക്കുകയും കേരളത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള മന്ത്രിയാണ്. ഉച്ചയ്ക്ക് ശേഷം പെരുന്നയിലെ NSS ആസ്ഥാനത്തെത്തി സുധാകരൻ G സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി. UDF പിന്തുണയെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരണം ഇങ്ങനെ. UDF-ന്റെ ഒരു പിന്തുണ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ ടെലിവിഷനിൽ വാർത്ത വന്നത് ആളുകൾ പറഞ്ഞു. ഞാൻ കണ്ടത്, ഞാൻ രാവിലെ ഇറങ്ങിയതാണ്. ഈ പിന്തുണ കിട്ടിയാൽ സ്വീകരിക്കുമോ UDF-ന്റെ? അറിയില്ല, അത് നമ്മൾ കണ്ടില്ല. പിന്തുണ സ്വീകരിക്കുമെന്ന് കണ്ടില്ലല്ലോ, കണ്ടിട്ട് പറയാം. അതിനിടെ സുധാകരനെ പിന്തുണയ്ക്കാനുള്ള കോൺഗ്രസ് നിലപാടിൽ പ്രതിഷേധിച്ച് KPCC ജനറൽ സെക്രട്ടറി MJ ജോബ് പാർട്ടി വിട്ടു. ഇതിനു മുമ്പും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വിസ്മയം സൃഷ്ടിച്ചവരുണ്ട്. MP രാഘവൻ വലിയൊരു വിസ്മയം സൃഷ്ടിച്ചതാണ്. അതെവിടെ പോയി അവസാനിച്ചു എന്ന് പലർക്കും അറിയാം. അതിനേക്കാൾ വലിയ വിസ്മയം ആലപ്പുഴ ഉണ്ടായിട്ടുണ്ട്. ഗൗരിയമ്മയുടെ വിസ്മയം, അതും എവിടെ പോയി അവസാനിച്ചു എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഒരു പുതിയ വിസ്മയം. സുധാകരന് പിന്തുണ നൽകുന്നതിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടാകും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.